എന്തെങ്കിലുമൊക്കെ സിനിമ റിലീസായതിനു ശേഷം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയാനായിരിക്കും. പക്ഷേ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പടത്തിന് കിട്ടുന്ന റെസ്പോൺസ് വെച്ചിട്ട്. ഇന്നലെ സൺഡേ ആയിരുന്നു. പക്ഷേ നമ്മുടെ പോലത്തെ ഒരു ചെറിയ പടത്തിന് ലുലു പോലത്തെ PVRൽ വലിയ തിയേറ്ററിൽ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഓഡിയൻസിനെ കണ്ടു. എല്ലാവരും ആക്ച്വലി നമ്മളവിടെ ഉള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അവർ ക്ലാപ്പ് അടിച്ചുകൊണ്ടാണ് ഒരു സിനിമ തീർന്നപ്പോഴത്തേക്കും ആ സിനിമയെ അവർ സ്വീകരിച്ചത്. അതിന് ശേഷമാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഒരുപാട് സന്തോഷമായി. ആക്ച്വലി പറഞ്ഞാൽ സന്തോഷ കണ്ണുനീരായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ. പല സ്ഥലത്തും നമുക്ക് ഹൗസ്ഫുൾ ഷോസ് അല്ലെങ്കിൽ നിയറിങ് ടു ഹൗസ്ഫുൾ ഷോസ് കിട്ടുന്നുണ്ട്. പക്ഷേ ചില സെൻറ്റേഴ്സിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഷോസ് നടക്കാണ്ട് വന്നിട്ടുണ്ട്. തേഴ്സ്ഡേ ആയിരുന്നു പടം റിലീസ്. ഏത് സെൻറ്റേഴ്സാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല കൃത്യമായിട്ട്. പക്ഷേ പല സെൻറ്റേഴ്സിലും നമുക്ക് ഷോ നടക്കാണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ ഷോ നടക്കാത്ത സ്ഥലത്ത് ഷോ നടന്നു. പക്ഷേ എന്നാലും ആൾ കുറവായിരുന്നു. അതിനുശേഷം സാറ്റർഡേ സൺഡേ ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിച്ചു. പിന്നെ ഡെഫിനറ്റ്ലി ഇന്ന് മൺഡേ ആണ്. മൺഡേ ഈസ് എ വർക്കിംഗ് ഡേ. സ്കൂളൊക്കെ ഓപ്പണായ സമയമാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ചെറിയ ഗ്രാഫ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നൈറ്റ് ഷോസൊക്കെ അത്യാവശ്യം ആൾക്കാർ കയറുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ ഒരു ഫാൻറ്റസി സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. റിട്ടൺ ഡയറക്റ്റഡ് ബൈ ഗോഡിൽ സണ്ണിയാണ് ദൈവമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നല്ല മെസ്സേജസ് കൊടുക്കുന്ന ഒരു പടമാണ് അത്. അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തതും. ആൾക്കാർക്ക് ആ മെസ്സേജ് കിട്ടുന്നുമുണ്ട്. ഇന്നലെ ഇപ്പം നമ്മൾ ഒരു തിയേറ്ററിൽ, ഷെണേഴ്സ് തിയേറ്ററിൽ നമ്മൾ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഷോയ്ക്ക് ശേഷമാണ് നമ്മൾ ചെയ്തത്. അവിടെ കുറച്ച് സീനിയർ സിറ്റിസൻസ്, കുറച്ച് അമ്മമാർ, അത്യാവശ്യം നല്ല പ്രായമുള്ള, എനിക്ക് തോന്നുന്നു മോർ ദാൻ 70 ആയിരിക്കും അല്ലേ, 70+ ആയിട്ടുള്ള കുറച്ച് അമ്മമാർ വന്നിരുന്നു സിനിമ കാണാൻ. അവരും ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കാണേണ്ട ഒരു സിനിമയാണെന്ന്. ഈ സിനിമ ഡെഫിനറ്റ്ലി ഫാമിലി മൂവി തന്നെയാണ്. നമ്മൾ ഫാമിലി മൂവി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക കാറ്റഗറി നമ്മൾ വിചാരിക്കുന്നത് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ വന്ന് കാണുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ. പക്ഷേ ഫാമിലി മൂവി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർക്കും ആരുടെയും കൂടെ കാണാൻ പറ്റിയൊരു സിനിമ. സർട്ടിഫിക്കറ്റ് യു ആണ്. ഒരു രീതിയിലുള്ള നമ്മൾ കൊച്ചുങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളോ അങ്ങനത്തെ ഉള്ളതൊന്നും നമ്മൾ സിനിമയിൽ കാണിച്ചിട്ടില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു നല്ല മെസ്സേജാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. എൻ്റെ മോളായിട്ട് അഭിനയിച്ച കുട്ടി ഒരുപാട് നല്ല പെർഫോമൻസ് ആയിരുന്നു ക്ലൈമാക്സിലെന്ന് പലരും പറഞ്ഞു. ആ കുട്ടിയുടെ ക്ലൈമാക്സ് കാണാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ ഈ സിനിമ കാണുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമാക്സ് സീൻ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ സിനിമ കാണുമെന്ന് പറഞ്ഞ് അതൊക്കെ ഒരുപാട് ഊർജം തരുന്നതാണ് നമുക്ക്. എൻ്റെ കൂടെയുള്ളത് സംവിധായകൻ ഫെബി ജോർജ്, പ്രൊഡ്യൂസേഴ്സായ സനൂപും പിന്നെ തോമസുമാണ്. ബാക്കി കാര്യങ്ങൾ ഇവർ പറയും. വൈശാഖ്. ആക്ച്വലി ഇന്നലെ നമ്മൾ PVR പോയപ്പോഴത്തേക്ക് എല്ലാവരുടെയും റെസ്പോൺസ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ വിചാരിച്ച ഫാമിലി ഓഡിയൻസ് മാത്രം സ്വീകരിക്കത്തുള്ളൂ. ബട്ട് യൂത്തിൽ നിന്നും കൈയിടുന്നുണ്ട്, കൊച്ചു കുട്ടിക്ക് വരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ആക്ച്വലി നമ്മൾ തേഴ്സ്ഡേ ആണ് മൂവി റിലീസാക്കിയത്. ബട്ട് കമ്പയർഡ് ടു ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ കളക്ഷൻ വൈസായാലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് നല്ലൊരു സൂപ്പർ ഹിറ്റാക്കി മാറ്റാം.